നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CJPയുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയേക്കാളും പ്രധാനമായി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി രാജ്യത്ത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിക്കുന്നു. കുറ്റവാളികൾക്ക് അതിവേഗത്തിലും കഠിനവുമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അടിയന്തര നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും കർശനമായ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ തന്നെ ഉറപ്പാക്കുന്നതിനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ച് രാജ്യത്തെ വിവിധ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും വിവിധ സംഘടനകൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ KSU വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് നേരത്തെ JP നദ്ദയും പറഞ്ഞിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ വിട്ടുവീഴ്ച ഇല്ലെന്നാണ് CJPയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസ് പറയുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നും സൗരവ് പറയുന്നു. അതേസമയം BJPക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രസിഡന്റ് അഭിജിത് ദീപ്കെ ഉന്നയിക്കുന്നത്. യുവാക്കളുടെ പ്രതിഷേധം അട്ടിമറിക്കാൻ BJP പുറത്തുനിന്ന് ഗുണ്ടകളെ അയക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ഒരു മാസമായി സമാധാനപരമായാണ് ഈ സമരം നടക്കുന്നത്. എന്നാൽ ഈ സമരം വലുതായതോടെ BJP ഗുണ്ടകളെ ഇറക്കുകയായിരുന്നു. ഗുണ്ടകൾ കല്ലേറ് നടത്തുകയാണെന്നും അതിനായി കല്ലുകൾ നിറച്ച ട്രക്ക് എത്തിച്ചു നൽകുന്നത് പോലീസാണെന്നും അഭിജിത് ദീപ്കെ ആരോപിക്കുന്നു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിചാർജ് ക്രൂരമായിരുന്നുവെന്നും അഭിജിത്ത് പറയുന്നു. പോലീസ് ഗുണ്ടകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. സിവിൽ വേഷത്തിലുള്ള പോലീസുകാർ വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്. 12ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തുവെന്നും ദീപ്കെ പറഞ്ഞു. നേരത്തെ ചർച്ചയ്ക്കായി സർക്കാരിനെ സമീപിച്ചപ്പോൾ 5 മണിക്കൂറോളം കാത്തിരിപ്പിച്ചു. എന്നിട്ട് വെറും 10 മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത്. അതിനാൽ ഇനി ചർച്ച നടക്കണമെങ്കിൽ അത് ജന്തർ മന്ദറിൽ വെച്ച് തന്നെ വേണം. ജന്തർ മന്ദറിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണെന്നും അഭിജിത് ദീപ്കെ പറയുന്നു. ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുംബൈയിൽ ഇന്നു മുതൽ 15 ദിവസത്തേക്ക് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 6 വരെയാണ് നിരോധനാജ്ഞ. ഡൽഹിയിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഇന്നും കടുത്ത ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ഇന്ത്യയിലെ മധ്യവർഗത്തെയും യുവാക്കളെയും മുറിവേൽപ്പിച്ചതിന്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ അരങ്ങേറുന്നത്. പോലീസും കേന്ദ്രസേനയും എത്ര ക്രൂരമായി അടിച്ചമർത്താൻ നോക്കിയാലും യുവാക്കൾ ഈ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറില്ല. കൂടുതൽ ആളുകൾ ഈ സമരമുഖത്തേക്ക് നിത്യേന എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ അനുകൂലികൾ പറയുന്നത് ഇത് രാജ്യത്തിന് എതിരെയുള്ള ഒരു പ്രക്ഷോഭം ആണെന്ന്. ഒരു പരീക്ഷാ ക്രമക്കേടിന് എതിരെയാണ് ഈ സമരം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിടിവാശിക്കെതിരെയാണ് ഈ സമരം നടക്കുന്നത്. ആര് എന്തൊക്കെ പറഞ്ഞാലും പ്രതിഷേധിച്ചാലും ഒരു മന്ത്രിയെ ഞങ്ങൾ സ്ഥാനത്ത് നിന്നും മാറ്റില്ല എന്ന ധാർഷ്ട്യത്തിന് എതിരെയാണ് ഈ സമരം നടക്കുന്നത്. അതൊരിക്കലും രാജ്യത്തിന് എതിരായ സമരമല്ല. ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സമരവുമല്ല. രാപ്പകൽ തുറന്നിരിക്കുന്ന ഒരു സമരഭൂമിയിലാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കുമ്പോഴാണ് ആ സമരം രൂക്ഷമാകുന്നത്. അതിനെ അടിച്ചമർത്താൻ കയ്യിൽ ലാത്തിയുമായി സംഘപരിവാർ അനുകൂലികൾ പരസ്യമായി അഴിഞ്ഞാടുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും BJP എന്ന പാർട്ടിയും ആയിരിക്കും എന്നതിൽ സംശയം വേണ്ട. യുവാക്കളുടെ സമരത്തെ അടിച്ചമർത്തി എക്കാലവും ഏകാധിപതികളെ പോലെ ഭരിക്കാം എന്നത് നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ്.